പരസ്യ വിചാരണയ്ക്കെതിരെ അനുമോൾക്ക് കുറേ വഴക്ക് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിരുന്നു. അതായത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത് പോലെയാണ് കമൻസ് വരുന്നത്. അനുമോൾക്ക് സപ്പോർട്ടായിട്ടുള്ള കമൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൽ എന്നെ ഷെയിം ചെയ്തുകൊണ്ട് കുറേ പേര് എഴുതുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. എനിക്ക് പരിചയമില്ലാത്തവർ, എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആൾക്കാർ എന്നെപ്പറ്റി തെറി വിളിച്ചാലും എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വെർബൽ ഡയറിയ കാണിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അതിനെക്കുറിച്ച് ഞാനത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുള്ളൂ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് സെക്കൻഡ് വീഡിയോയിലാണ്. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ആൾക്കാരുടെ പെരുമാറ്റം. അതായത് ഈ അനുമോൾ പറഞ്ഞ രീതിയിൽ അവിടെ ജിസേലും ആര്യനും കിസ് ചെയ്യുന്നത് ബിഗ് ബോസ് ഷോയിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. മോഹൻലാൽ വന്നിട്ട് പറഞ്ഞതും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ്, അതായത് അവർ ചെക്ക് ചെയ്തിട്ട്. സോ മോഹൻലാലിനെ ആൾക്കാർക്ക് വിശ്വാസമില്ല, മറ്റുള്ള അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ ആൾക്കാർക്ക് വിശ്വാസമില്ല. ഈ ഒരു അനുമോൾ പറഞ്ഞ ആരും കാണാത്ത കിസ്സിനെയാണ് ആൾക്കാർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് ബിഗ് ബോസിൽ കാണിക്കുന്നത് അവിടെ തല്ല് കൂടുന്നതും ചീത്ത വിളിക്കുന്നതും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതും പിന്നെ അങ്ങനത്തെ ഒരുപാട് മോശപ്പെട്ട ബിഹേവിയർ എന്നും നമ്മൾ കാണുന്നുണ്ട്. ആ ഷോയിൽ എല്ലാ എപ്പിസോഡിലും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് കാണുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാർക്ക് കുഴപ്പമില്ല, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയുടെ കൂടെ, കുട്ടികളുടെ കൂടെ, അത് പ്രശ്നമില്ല. പക്ഷെ കാണാത്തൊരു കിസ്സിനെ കുറിച്ച് ആലോചിച്ചാണ് ആൾക്കാർക്ക് ഇത്ര ആധി. അത് കാണിക്കുന്നത് തന്നെ ആൾക്കാരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ അനുമോള് ആ ഒരു വികാരത്തിനെയാണ് അവിടെ വൈറൽ ആയിട്ട് കത്തിക്കാൻ നോക്കിയത്. അതായത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലേ ആൾക്കാർ അവിടെ കാര്യമായിട്ടത് ചർച്ച ചെയ്യുള്ളൂ. അല്ലാതെ ഈ തെറി വിളിച്ചാലും അല്ലെങ്കിൽ വഴക്ക് കൂടിയാലും കരഞ്ഞാലും ഒന്നും ഒരു കാര്യവുമില്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അത് കയറിക്കോളും എന്ന് അനുമോൾക്കറിയാം. അനുമോളും ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, അനുമോൾ സൊസൈറ്റിയെ കാണുന്നതല്ലേ. അനുമോൾ അത്ര വിഡ്ഢിയൊന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവാം ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട്.